ഇഷ്ടപ്പെട്ടതിന് അപ്പത്തന്നെ ടോക്കൺ കൊണ്ട് കൊടുക്കുന്ന അവർ വീട് മേടിക്കും നമ്മളോട് പറഞ്ഞു. എന്താ മോനെ കറണ്ടില്ലേ? കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ആരും വന്നില്ല. ഇവിടുത്തെ കോളിംഗ് ബെല്ലിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. 40 വർഷം പഴക്കമുള്ള വീടല്ലേ? 35 വർഷമാണല്ലോ ഓണർ പറഞ്ഞത്. എന്താണത്? വീട് മേടിക്കാന്ന് അച്ഛൻ പറയുന്നത്. അല്ല നിങ്ങൾ എപ്പ ഇറങ്ങും? ഒരു കൊല്ലത്തേക്ക് എഗ്രിമെന്റ് എഴുതിപ്പിച്ചിട്ടുണ്ട്. മേലത്തെ റൂമിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ, താഴെ ഇവിടെ നിൽക്കാൻ ഞാൻ റെഡിയാണ്. എന്താ മനസ്സിലായില്ല? എഗ്രിമെന്റ് തീരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണെന്ന്. എന്തോന്ന്? നീ എന്താ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ വന്നത്? ഇതിലേതാണ് ഇവിടെ എന്താ കുട്ടി? ഏതാണ് ഇവൻ? അയ്യേ, ഇവനെ കണ്ടാണോ മേടിച്ചത്? ഇവന്റെ പേര് അർജുൻ, തന്റെ തൊട്ടപ്പുറത്തെ റൂമിന്റെ ഓണർ. ഓണറോ? അയൽവാസി. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു? അല്ല, ഈ മുറിയിലല്ലേ ചൂടുവെള്ളം ഉള്ളൂ. ഞാൻ കുളിക്കണം തുറന്നു നോക്കി ഈ മുറിക്കകത്തല്ലേ. എന്നാ നീ ഇനി ഇതിന്റെ അകത്ത് അതൊന്നും ചെയ്യരുത്. നമ്മൾ ഈ വീട് വെട്ടറാ, ഇനി കുറച്ച് മാസം കൂടെ ഇതിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അയ്യോ, അപ്പൊ ഞാൻ എങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കും? ഒരു കാര്യം ചെയ്യ്, ഇവിടെ ആ മുറി ഷിഫ്റ്റ് ആക്ക്, ഞാൻ ഈ മുറി ഷിഫ്റ്റ് ആക്കണം. പള്ളിയിലെ മണിയടിക്കുന്നുണ്ട്. ഇവിടെ നിന്നായിരുന്നാ ഇപ്പൊ ഒരു കപ്പലണ്ടി വാങ്ങാൻ പോയി. എങ്ങനെ ഞങ്ങള് എടാ, അവളെ കരാട്ട ബ്ലാക്ക് ബെൽറ്റാ. നീ നിന്റെ തൊട്ട് സ്വഭാവത്തെ അവളുടെ അടുത്തേക്ക് എല്ലാം ഉണ്ടല്ലോ, അവളുടെ അരിയെ കിടക്കണം ബെൽറ്റ് എടുത്ത് നിന്റെ കഴുത്തി ഞെരിക്കും. അല്ല, അപ്പൊ അങ്ങനെ ഞാനെങ്ങനെ ഫുഡ് കഴിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഫുഡ് കഴിക്കുന്നതാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കണതാണ്? അപ്പൊ ചോദിച്ചാൽ അത് ഫുഡ് കഴിക്കണം ആണല്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിട്ട് മര്യാദ കേൾക്കണം. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇവൻ തന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല. ഇതെന്റെ വാക്ക്. എന്താ അഹങ്കാരമുള്ള കുട്ടിയായത്? മുറിയിലെ യൂട്യൂബ്. അയ്യോ, ഷട്ടിയൊക്കെ തുറക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി നീ നോക്കണ്ട, നിന്നോളം ദേഷ്യമുള്ള തന്നെ അവൾ അതിൽ തീർത്തോളൂ. അല്ല, ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്റെ കുളി റൂം കൊടുത്തേ? താഴത്തെ നിങ്ങളുടെ വല്ല റൂം കൊടുത്താൽ പോരായിരുന്നോ? വളരെ മോശമായി പോയി. അയ്യ, അവന്റെ ഒരു കൂളി റൂം. എടാ, പണ്ട് അവൾ ഈ വീട് മേടിക്കാൻ വേണ്ടി വന്നതാ. അവളെ രണ്ടും കൽപ്പിച്ച. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? എത്രയും പെട്ടെന്ന് ഒരു വീട് നോക്കി മാറും. അയ്യേ, ഇതാണ് നിങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം? എന്നാ ചേട്ടനൊരു തീരുമാനം പറ. കുറച്ച് മാസം കൂടി ഇവിടെ താമസിക്കാൻ പറഞ്ഞതേ അവളുടെ നല്ല മനസ്സ്. എന്തായാലും അവള് നല്ലൊരു റിച്ച് കുടുംബത്തിലെ അംഗമാണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇത്രയും വലിയൊരു വീട് അവക്കടെ അച്ഛനെ അവക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഉള്ളി ചില്ലറക്കാരനല്ല. പോരാത്തിന് അവളുടെ കോസ്റ്റ്യൂം സ്റ്റൈലും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ടേ നല്ല ചിക്കലുള്ള വീട്ടിലെ കൊച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഉടുപ്പ് ഊരിട്ട് വാർഷം കാണിച്ച് നടക്കുന്ന പരിപാടിന് വേണ്ട, അറിയല്ല. ഇവിടെ ഒരു പെങ്കൊച്ചും കൂടി ഉള്ളതാ. ഓഹോ, ഒരു പെണ്ണ് കയറി വന്നാൽ തന്നെ സകലമാന ഫ്രീഡം പോകുന്ന പറയുന്നത് നേരാ അല്ല? ഇനി വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? പഴയ ഓർമ്മയിൽ ചൂടുവെള്ളം എടുക്കാൻ അങ്ങോട്ട് പോകരുത്. പക്ഷെ പെൺകുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എന്നാ നീ അവളെ കെട്ടിക്കോടാ. അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ? അയ്യടാ, അങ്ങോട്ട് ചെന്നാ മതി. നിർത്തടാ, ഒരുമാതിരി കോഴിത്തരം കാണിച്ചിട്ട് മനുഷ്യന്റെ വില കളയാൻ വേണ്ടിട്ട്. നാളെ തൊട്ട് അറിയാം എന്തൊക്കെ പുകില അവിടെ നടക്കാൻ പോണെന്ന്. നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചായ ഉണ്ടാക്കാൻ പഠിക്കുമായിരിക്കും അല്ലേ? ഇത് ആണെങ്കിൽ എടോ, എനിക്ക് ഈ റെന്റഡ് ഹൗസിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാ പൊക്കൂടെ? വെള്ളം കൂടി ചേർക്കുന്നു. അങ്ങനെയല്ല, എന്ന് പറയുന്നത് എനിക്ക് ഈ റിച്ച് ജീവിതം ജീവിച്ച് മടുത്തു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാരാണ്. എനിക്ക് തന്റെ നാട് ഏതാന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനെ അറിയുന്നേ? അല്ല, രണ്ടും ഞാൻ പറഞ്ഞുതരാം. എന്റെ നാട് പാലക്കാട്. എന്റെ അച്ഛനാണ് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, വേദനിക്കുന്ന കോടീശ്വരൻ. ആണോ? എന്നാ എനിക്ക് നേരെ തിരിച്ചാ. എനിക്ക് റിച്ച് ലൈഫാ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് മേടിക്കുന്നത്. അല്ല, എനിക്കും ഇടക്കിടക്ക് ഈ റിച്ച് ലൈഫ് ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ കമ്പനി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ റിച്ച് ലൈഫൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ അവന്മാരും 300 BP അല്ല, ബിലോ പ്രോവർട്ടി ലെവൽ. ഇത് തന്നെ കുറിച്ച് അവരും പറഞ്ഞു. തന്റെ ഉറ്റ സുഹൃത്തുക്കള്. ചേട്ടൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അവരെ നേരത്തെ തുടങ്ങിയായിരുന്നു. സമയത്തൊക്കെ വരണ്ടേ ചേട്ടാ? 3 പേര് വന്നോ? തന്നെയും കൂടെ കൂട്ടി 4 പേരുമായി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, അവർ ചിലപ്പോൾ നല്ല ഫ്ലേർട്ട് ചെയ്യാൻ നോക്കിയതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മറന്നിങ്ങനെ നിൽക്കുന്നു. കണ്ടില്ലേ ഞാൻ എന്നെ തന്നെ മറന്നിങ്ങനെ നിൽക്കുന്നത്? ഇനി എല്ലാം കൂട്ടിയുടെ ഇഷ്ടം. ഞാൻ ലെസ്ബിയനാണ്. എന്തോ? ഞാൻ ലെസ്ബിയനാണെന്ന്. തമാശ. തമാശയൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ. ഓക്കെ മകളെ, അപ്പോൾ താങ്ക് യു. ഇത്ര പെട്ടെന്ന് പോയാ?
ദൈവമേ, ഇവന്മാരെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? എന്താ ഷോക്കായ? ആയി. നിങ്ങൾക്കോ? ആദ്യം ഷോക്കായതേ ഞാനാ. അത്ര നേരത്തെ പോരുതായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നീ ആരെ കാണിക്കാനാ? എന്തെങ്കിലും കാണിക്കും. ചായ. അയ്യോ മേരേ ഇവള്. ഹൈ ചായ്. ഈ കൂട്ടത്തിൽ ചായ കുടിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെല്ലാരും കുടിക്കൂല എന്ന് പറഞ്ഞു വന്നിരുന്നേ അല്ലടാ. അതെ, അതെ അതെ ഞങ്ങൾ കുടിക്കില്ല. യെസ്, വി ഡോണ്ട് ഡ്രിങ്ക്. ഓഹോ, ഇവരെല്ലാം BP വേണമെന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ. ചായ എടുത്തോ, കുട്ടി ആദ്യമായിട്ട് ഇട്ടല്ലേ. എത്ര? നന്ദിയുണ്ട്. അതെ, ഞാൻ ലെസ്ബിയൻ ഒന്നും അല്ല കേട്ടോ. കഥാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ നമ്മളാ. എന്ന് കരുതി ആരും എന്നെ ഫ്ലേർട്ട് ചെയ്യാനൊന്നും നോക്കണ്ട. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, പക്ഷെ കുറച്ചാൾ കമ്പനി അടിച്ചു വെക്കാൻ താല്പര്യമുണ്ടോ? അയ്യേ, സാധനം കടിച്ചിട്ടിരിക്കണാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ പഴയ ട്രെൻഡ് അല്ലേ, ഒന്ന് മാറ്റി പിടിക്ക്. ഇവനെങ്ങനെ കാണുന്ന എല്ലാ പെമ്പിളുടെ അടുത്ത് ഇത് തന്നെ പറയണത്. മറ്റേ BPL-ന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലേ? എന്തേട്ടാ ഈ BPL? അത് പഴയൊരു TV കമ്പനി ഇല്ലടാ, BPL. അതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കണായിരുന്നു. അതില്ല, അത് കൂട്ടിപ്പോയി. പാവം കുട്ടി. അല്ല, നിങ്ങൾക്കൊക്കെ എന്താ ജോലി? ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. കുട്ടി ഡാൻസ് ഒക്കെ കളിക്കുമോ? ഞാൻ വേണമെങ്കിൽ റീലൊക്കെ എഡിറ്റ് ചെയ്ത് തരാം. ഇതിങ്ങനെ അയ്യോ വേണ്ട, എനിക്ക് ഡാൻസ് അറിയില്ല. കുട്ടി ഞാൻ ഒരു കമ്പനിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അവിടുത്തെ മെയിനാണ്. ഞാനൊരു വക്കീലാണ്. കാറൊക്കെ വരാറുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓ, വക്കീലാണല്ലേ? അപ്പൊ അന്ന് നിയമവശങ്ങളൊക്കെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് താനായിരിക്കും അല്ലേ? എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ടൂർണമെന്റ് ഉള്ളപ്പം പോയിട്ട് കളിക്കും. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി. തമാശ. അവനിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തമാശ വരും. വെരി ഫണ്ണി. ആണല്ലേ? അല്ല, താൻ എന്ത് ചെയ്യുന്നു? ഞാൻ IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ആയിരിക്കും അല്ലേ? അല്ല, ഞാനിപ്പോൾ ലീവ് എടുത്തേക്കണാണ്. ചെറിയൊരു ബിസിനസ് പ്ലാനൊക്കെ മൈൻഡിലുണ്ട്. അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അല്ല, താൻ എന്ത് ചെയ്യുന്നു? ഞാനും ലോയ. ഇനി മുതൽ കൊച്ചിയിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഓ, പ്രാക്ടീസ്. സ്പോർട്സിലൊക്കെ വശമുണ്ടല്ലേ? ഫുട്ബോൾ ആണോ അതോ ക്രിക്കറ്റ് ആണോ? ആ, താൻ അന്ന് നിയമങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ലോയല്ല, ഇക്കാര്യത്തിൽ വൻ ലോയാണ്. സത്യം പറയടാ, നീ എന്താ ചെയ്യുന്നേ? ഓ, അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് ഈ ലോ എന്ന് പറയാനുള്ള ബുദ്ധി വന്നത്? ഓ, പെട്ടെന്നൊരു ഐഡിയ തോന്നിയപ്പോഴേ. നല്ലതാ, വളരെ നല്ലതാ. അവന്റെ ആയിട്ടില്ല. നീ എവിടെ കോട്ട് കൊടുത്തേക്കുന്നാടാ പറഞ്ഞ? ഡ്രൈ ക്ലീൻ. അല്ല, ഇതെല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയത്? സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ എനിക്കൊരു പാടുമില്ല. എഗ്രിമെന്റ് പേപ്പർ ഒന്നും കയ്യിലില്ലല്ലോ. പിന്നെന്തായിരുന്നു സംഭവം? നിങ്ങൾ കുറച്ച് തരികടകളാണെങ്കിലും എന്നെക്കുറിച്ചാ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. സത്യം. പിന്നെ ഈ വീടിന്റെ ഓണർ നിങ്ങൾക്ക് നല്ല താങ്ങ് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് ഒരു മനുഷ്യന്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അവരെവിടെ പോകാനാ? അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം തരാന്ന് വിചാരിച്ചു. താൻ ഇത്രയൊക്കെ കൂളായിരുന്നാ? താൻ പേടിക്കണ്ട, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വീട് നോക്കിയിട്ട് മാറാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് ഞങ്ങൾ 3000 രൂപ മാത്രം റെന്റ് കൊടുക്കുന്നുള്ളൂ. ഇതേപോലത്തെ ഒരു കിടിലം വീട് കിട്ടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്. പിന്നെ ഈ വീടിന് 35 വർഷത്തെ പഴക്കേ ഉള്ളൂ. അതുകൂടാണ്ട് ഈ പാമ്പ്, എലി, അണലി അതൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാനിങ് മാത്രമായിരുന്നു അല്ലേ? അതൊക്കെ അവൻ ആ അണലി കവറിലിട്ട് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ആരുടെയോ ബെൽറ്റാണ് അണലിക്ക് ഡൂപ്പിട്ടേന്ന്. അപ്പൊ ഞങ്ങളെക്കാട്ട് ഉടായി പൊടിച്ച സ്ത്രീ ആയിരുന്നല്ലേ? നിങ്ങളുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം മുട്ടി നിൽക്കാൻ പറ്റില്ല. വിത്തിൻ 2 months ഞങ്ങൾ വേറൊരു വീട് നോക്കി മാറിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ഡീല് പറയട്ടെ. ആ, താഴത്തെ ഫ്ലോർ നിങ്ങളെടുത്തോ. ഇപ്പൊ ഓണറിന് കൊടുക്കുന്നേക്കാൾ 2000 രൂപ എക്സ്ട്രാ തന്നാ മതി. ഒരു മിനിറ്റ്, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാം. ഒന്ന് വന്നടാ. നന്ദിയുണ്ടേ. ചായ
അതൊക്കെ പോട്ടെ, എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഡബിൾ ഓക്കെ. എനിക്ക് ഇനി ഇവിടുന്ന് പോകാൻ പ്ലാൻ ഇല്ലല്ലോ. അതെ, എന്റെ കുളി റൂമും 2 ഷെഡ്യൂളും കയറി. അത് സെറ്റാക്കാം. ഓക്കെ അല്ലേ? വാ. കൊടുത്തടാ, പിടിച്ചേ. ചായ ചായ ചായ. വീണ്ടും നന്ദിയുണ്ടേ. പറയട്ടെ, ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഓക്കെയാണ്. അയ്യടാ, ആലോചിക്കണം പോലും. എന്റെ നല്ല മനസ്സിലാ നിങ്ങളോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കണമല്ലേ? ഇനി ഞാനൊന്ന് ആലോചിക്കട്ടെ. അയ്യോ കുട്ടി, ഞങ്ങൾക്ക് നമ്മൾ ഓക്കെയാണ്. വെറുതെ പറഞ്ഞ ഞങ്ങളുടെ ഷോ കാണിച്ചല്ലേ? ആലോചിക്കാണ്ട് നോക്കി പറഞ്ഞ മതിയായിരുന്നു.